ദാവീദ് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഒന്നിനെ സിംഹവും പിന്നെ ഒരിക്കൽ ഒന്നിനെ കരടിയും കൊണ്ടുപോയി. എന്നിട്ട് ദാവീദിന്റെ സമീപനം എന്തായിരുന്നു? ഞാനെന്ത് ചെയ്യാനാ, അപ്പൻ്റെ ആടല്ലേ, ആമേൻ, ചേട്ടന്മാരിലെ പട്ടാളക്കാര് വേണമെങ്കിൽ വന്ന് കൊണ്ടുപോക്കോട്ടെ എന്നല്ല ദാവീദ് പറഞ്ഞത്. ഞാൻ ആ സിംഹത്തിന്റെ പിന്നാലെ പോയി അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആടിനെ വിടുവിച്ചു. സിംഹം എന്റെ നേരെ തിരിഞ്ഞു. അപ്പൊ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളെ ആത്മയുദ്ധം ചെയ്യത്തുള്ളൂ. ഞാൻ പോയത് എന്തിനെന്നറിയാമോ? അപ്പന്റെ ആടിൽ ഒന്നിനെയാ കൊണ്ടുപോയേ. കാവൽക്കാരുണ്ട്, അവിടെ ചേട്ടന്മാരുണ്ട്. പക്ഷെ അവരാരും ഇടപെടുന്നു. വേണമെങ്കിൽ ഇടപെടട്ടെ, അപ്പൻ വരട്ടെ. അല്ല, അവന്റെ ഉത്തരവാദിത്വ ബോധത്തിലാണ് അവൻ പറഞ്ഞത്, ഞാൻ അതിന്റെ പിന്നാലെ പോയി. നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായെങ്കിൽ ഭാവി കാലത്ത് ഇസ്രായേലിനെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന വമ്പൻ യുദ്ധങ്ങൾ നിന്റെ മേൽ പകർന്നിട്ട് നിന്നെ രാജകീയ സ്ഥാനത്ത് കൊണ്ടുവരാൻ ഒരു സ്വർഗത്തിലെ ദൈവം ജീവിച്ചിരിപ്പുണ്ടെന്ന് നീ അറിഞ്ഞോളും. പക്ഷേ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, സിംഹം എന്റെ നേരെ തിരിഞ്ഞു. സിംഹം എന്റെ നേരെ, ചേട്ടന്മാരുടെ നേരെ അല്ല, അപ്പന്റെ നേരെ അല്ല തിരിഞ്ഞേ, എന്റെ നേരെ തിരിഞ്ഞു. ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ആടിനെ പിടിക്കാൻ പോയതാണ് സിംഹത്തെ കൊന്ന നിന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം, ആത്മയുദ്ധത്തിന് എതിരികളുണ്ട്. പക്ഷേ എതിരികൾ ഉണ്ടായാലും ആത്മയുദ്ധത്തിന് നിൽക്കുന്നവൻ ജയാളിയാകും. ആമേൻ. ഇപ്പൊ ഈ തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞാണ് നമ്മൾ യുദ്ധം ചെയ്യാത്തത്. തിരിച്ചടി ഉണ്ടായാലോ, റിട്ടാലിയേഷൻ സംഭവിച്ചാലോ, അതെന്റെ നേരെ തിരിഞ്ഞാലൊന്നുമില്ല, നിങ്ങൾ അതിനെ ജയിക്കും.